വൈകുന്നേരം വണ്ടി എടുത്തിട്ട് കീഴൂരേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്കുന്ന സമയത്ത് നമ്മൾ അക്ഷയനെ വണ്ടി വന്ന് കണ്ടിട്ടു. അന്നേരം തന്നെ അക്ഷയ വണ്ടി നിർത്തുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഓന് ചായൻ്റെ നിർബന്ധമുള്ളതിനെ കൊണ്ടാണ് നമ്മൾ പോയത്. നമുക്ക് പിന്നെ ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഓൻ എൻ്റെ ബെസ്റ്റ് കമ്പനിക്കാരനാണ്. അങ്ങനെയെല്ലാം കൂടി ഓൻ എന്നോട് പറഞ്ഞ വണ്ടി വന്ന് കുറച്ചിങ്ങോട്ട് നിൽക്കും, വണ്ടി റോഡും വന്ന് വണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ എന്നെ ഭയങ്കര കെയറിങ് ഒക്കെ. അന്നേരം ഞാൻ പറഞ്ഞു നമ്മൾ എവിടുന്ന ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആടത്തെ നല്ല ചായയാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ ആടത്തേക്ക് കയറിയതിന് ശേഷം എന്നോട് പറഞ്ഞു എനിക്ക് ഇതൊക്കെ വേണ്ടിയെന്ന് തന്നെ കൊണ്ട് ഓൻ അവിടുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കി, ഞാൻ പോവുക ചായൻ്റെ പൈസ ഒക്കെ കൊടുത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നോട് പറഞ്ഞു ഇനി എപ്പോഴാണ് കാണാമെന്ന് വെച്ചാൽ പറഞ്ഞു നമുക്ക് കാണാമെന്ന്. അതിന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് പുറത്തിറങ്ങുന്ന സമയത്ത് മുവരെ എന്നോട് ചോദിച്ചു, നമ്മുടെ ശ്രീധരേട്ടൻ ചോദിച്ചു എന്നോട് ഇതങ്ങോട്ടേക്കാന്ന്. ഞാൻ പറഞ്ഞു കീഴൂരേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു വേറെ ആരും ഇല്ലെന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞിക്ക് അളിയനുണ്ട് അവിടെ കാത്തേക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പോവുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലം കേട്ടോ നമ്മളെ നാട് എന്ന് വെച്ചാൽ ഒരു 1.5 നാട് തന്നെ. ഗോവയിലൊന്നും പോകാൻ പൈസ ഇല്ലായിട്ടില്ല, ഇതൊന്നും പോകാൻ പറ്റായിട്ട് കേട്ടോ. അങ്ങനെല്ലാം കൂടി നമ്മളെന്താക്കുകയാണ്, സത്യം പറഞ്ഞാൽ പൈസ ഇല്ലാത്തതിനെ കൊണ്ടാണ് പോകാത്ത, നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. അങ്ങനെ ഞാൻ അളിയനെ വിളിച്ച് നോക്കുന്ന അളിയൻ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ കാത്ത് കുറേ നേരമായി ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിമേൽ വന്നുകൊണ്ട് അളിയൻ ഇങ്ങനെ വിളിക്കൽ എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റെന്ന് പറഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന്. അങ്ങനെ അളിയൻ എന്തോ 6 മണിക്ക് എന്തോ പരിപാടി ഉണ്ടല്ലോ. അന്നേരം അളിയൻ പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മളെ ചട്ടി ഉണ്ടാക്കുന്ന സ്ഥലമില്ല ആടെ ഉണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ നേരെ അടുത്തേക്ക് പോയി. അവിടെ പോയൊക്കെ തപ്പിയിട്ട് ഈ അളിയനെങ്ങ് കാണണ്ടേ. അളിയനോട് ഏടല്ലേ എന്ന് വെച്ചപ്പം പറയുന്ന ഒരു മൂലക്കൽ ഇങ്ങനെ നിന്നിട്ട് എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഞാനിതാടാ വണ്ടി നോക്ക് എന്ന്. അന്ന് ഞാൻ ഇവിടെ നിന്നൊക്കെ തപ്പി വയ്ക്കിട്ടോ. ഇതൊക്കെ നമ്മളെ ചട്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അവിടെ നോക്കുന്ന സമയത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചെറുതായിട്ട് കാണുന്നുണ്ട്. അന്നേരം തന്നെ നമ്മൾ എന്താക്കാണ് പോകുന്ന സമയത്ത് നമ്മൾ ചട്ടി ഉണ്ടാക്കുന്ന മൂപ്പറിൻ്റെ ഇങ്ങനെ നടന്നിരുന്നു ഫോൺ ചെയ്ത്. ഓലും എന്നോട് ചോദിച്ചു എങ്ങോട്ടേക്കാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കീഴൂരേക്ക് പോകുകയാണേന്ന്. എല്ലാവരും ഇതെന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് ഞാനൊരു വൈക്കായി കേട്ടോ. അളിയൻ അന്നേരം തന്നെ എന്നോട് ചോദിച്ചു അല്ല നമ്മളിപ്പോൾ എത്ര മണിക്കാണ് തിരിച്ചെത്തും. ഞാൻ പറഞ്ഞു വേഗം എത്തും അളിയ. പിന്നെ അളിയൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് നോമ്പൊക്കെയാണ് വരുന്നത്, അപ്പോൾ പള്ളിയൊക്കെ കണ്ടു വെച്ചു. ഞാൻ ചോദിച്ചാൽ എന്തിനാ മഗ്‌രിബിൻ്റെ സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി പോടും, ഇപ്പോഴേ എന്താക്കണോ മഗ്‌രിബിൻ്റെ സമയത്ത് പോകണം. എന്നാൽ പിന്നെ എന്താക്കൂല ആടെ നീ ഇങ്ങനെ പറയില്ല, എന്താ വെച്ചാൽ നോമ്പിനാണ് ഇവൻ വരുന്നുള്ളൂ എന്ന്. അപ്പോൾ അളിയൻ്റെ ഈ ഒരു വർത്തമാനം കേട്ടെന്നെ വെച്ചാൽ എനിക്ക് തന്നെ ഒരു ബുദ്ധി തോന്നിക്കുക. അപ്പോൾ ഇപ്പോഴേ പോകാൻ വേണ്ടി തുടങ്ങണമെന്ന് നമ്മൾ എന്താക്കണ്ട, ഒരാളെ കാണിക്കണ്ടല്ലോ. അങ്ങനെ ഞാനും എൻ്റെ അളിയനും കൂടി ഉമ്മാമനെ കാണാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഉമ്മാമ മരിച്ചിട്ട് ഇപ്പോൾ 6 വർഷമായിട്ടാണ് തോന്നുന്നു, 5-6 വർഷമോ കറക്റ്റായി. അങ്ങനെ ഉമ്മാമൻ്റെ അടുത്ത് പോകാത്ത കുറേ ആയതിനെ കൊണ്ട് നമ്മളെന്താക്കി ഞാനും അളിയനും കൂടി നേരെ പോയിട്ട് ഒന്ന് ഖബർ സിയാറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ ഖബറൊക്കെ സിയാറത്ത് ചെയ്തതിന് ശേഷം നമ്മളെന്താക്കി ഒരു വീഡിയോ എടുത്ത്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം ലൈക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്നും എടുത്ത വീഡിയോ അല്ല കേട്ടോ. നമുക്കെല്ലാവർക്കും എന്താക്കാം ഈ സ്ഥലത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല, സന്ദർശിക്കുന്നതിന് ഒരു കുഴപ്പമില്ല.